ഹലോ എവരിവൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. C++നകത്ത് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഓപ്പറേറ്റർ ആയിട്ടുള്ള റിലേഷണൽ ഓപ്പറേറ്ററാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ഇതിലൊക്കെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്പറേറ്റർ നമ്മൾ ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്പറേറ്റർ. നമ്മൾ രണ്ട് ഓപ്പറാൻഡ്സ് തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ ഒരു ഈക്വൽ ടു ഇട്ടത് മാത്രം പഠിച്ചിരുന്നു. എ ഈക്വൽ ടു ബി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ എയും ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞ് നമ്മളിവിടെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഈ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അവിടെ കണ്ടീഷൻ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈക്വൽ ടു സിംഗിളായിട്ടുള്ള ഒരു ഈക്വൽ ടുവിനും ഡബിൾ ഈക്വൽ ടുവിനും രണ്ട് മീനിങ് ആണുള്ളത്. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും ഈക്വൽ ആണ് എങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണ്. എ ഈക്വൽ ടു ബി ഈസ് നോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ശരിയല്ല. ഇപ്പം നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ 10 ബിയുടെ വാല്യൂ 20. അപ്പം എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ശരിയല്ല. എ ഈക്വൽ ടു ബി ആണ്. എയുടെ വാല്യൂ 10 10 ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നോട്ട് ട്രൂ എന്ന് പറഞ്ഞിട്ടേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മീനിങ്ങിൽ തന്നെയുണ്ട്. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുവാണ് ഇത് തമ്മിൽ ഈക്വൽ അല്ല എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അടുത്ത ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറാൻഡിൻ്റെ വാല്യൂ അടുത്ത ഓപ്പറാൻഡിനേക്കാളും ഗ്രേറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെസ് ദാൻ ഉണ്ട്. ഓപ്പറാൻഡിൻ്റെ വാല്യൂ ലെസ് ദാൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെയിം മീനിങ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് പരിചയമില്ലാത്ത ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു. ബാക്കിയുള്ള സിമ്പിൾസൊക്കെ സെയിം തന്നെയാണ്. ഇനിയുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്രൂ ഓർ ഫോൾസ് ഉള്ള വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. വേരിയബിൾ എയ്ക്ക് നമ്മൾ 1 എന്നും വേരിയബിൾ ബിക്ക് 0 എന്നും പറഞ്ഞ വാല്യൂസ് അസൈൻ ചെയ്താണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ശരിയാണ് എങ്കിൽ ട്രൂ വാല്യൂ, അതായത് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. അതുപോലെ തന്നെ കണ്ടീഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ 0 അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസ് ആയിരിക്കും നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ ഇതിനകത്ത് 3 തരത്തിലുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്പറാൻഡ്സും ഈക്വൽ ആയിരിക്കണം. രണ്ട് ഓപ്പറാൻഡ്സും ട്രൂ ആയിരിക്കണം. അതായത് എയും ബിയും ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അപ്പം എ ആൻഡ് ബി ഈസ് ഫോൾസ് എന്നാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 0ഉം ആണ്. അപ്പം എയും ബിയും 1 ആണെങ്കിൽ മാത്രമേ നമുക്കിവിടെ ട്രൂ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. എയും ബിയും രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ട്രൂ ഓർ ഫോൾസ് ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് തന്നെ ഇവിടെ നമുക്ക് ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഇനി ഓർ എന്ന് പറഞ്ഞ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്പറാൻഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണത്തിന് 1 എന്നുള്ള വാല്യൂ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എ ഓർ ബി, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി, ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാൾ ട്രൂ ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ട്രൂ ആകും. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ വാല്യൂ 1 ആണ്, അത് ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. അതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടി. ഇനി അടുത്തത് നോട്ടാണ്. ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഏത് വാല്യൂ ആണോ ഉള്ളത് അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം നോട്ട് എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എയുടെ വാല്യൂ നമ്മുടെ ഇവിടെ 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ബിയുടെ ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏതാണോ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതാണോ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇത്ര ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ട്രൂ ഓർ ഫോൾസ് വാല്യൂസിനെ റിട്ടേൺ ചെയ്യുന്നവ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.